മുട്ടുവേദനയുള്ള ആളുകൾ, അതായത് പ്രായമുള്ള ആളുകൾ തന്നെ നല്ല സിവിയർ മുട്ടുവേദനയുണ്ട്, പക്ഷേ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് നടക്കും. അതായത് ഇപ്പോൾ ചിലപ്പോൾ രാവിലെ പോയി ഒരു 5 കിലോമീറ്റേഴ്സൊക്കെ നടന്നിട്ട് വരും. ഇസ് ഇറ്റ് ഓക്കെ? അഗൈൻ ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും പറയുന്നതാണ്, മുട്ടുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസ് ചോദിക്കും ഞാൻ ഫുള്ള് റെസ്റ്റ് എടുത്താട്ടെ, ഞാൻ നടക്കണില്ല എന്ന് പറയും. അതൊരിക്കലും ചെയ്യരുത്, അത് മണ്ടത്തരാണ്. നമ്മൾ മുട്ട് നടക്കാനുള്ളതാണ്. അത് ആ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമ്മൾ മുട്ട് എടുത്ത് വെച്ചിട്ട് വേദന ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നടക്കാൻ പറ്റണം. വേദന വെച്ച് നടക്കണം എന്നല്ല, വേദന വരാതെ നടക്കണം. അതിനുള്ള ടെക്നിക്സും കാര്യങ്ങളും നമുക്ക് ഓരോ പേഷ്യൻറ്റിൻ്റെയും ഐഡൻറ്റിഫൈ ചെയ്ത് എന്താണ്, എവിടെയാണ് എത്രത്തോളം ഡാമേജ് ഉള്ളത് വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പേഷ്യൻ്റ് അത് ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നടക്കാതിരിക്കരുത്, നടക്കണം. അത് 5 കിലോമീറ്റേഴ്സോ അല്ലെങ്കിൽ 10 കിലോമീറ്റേഴ്സോ എന്നുള്ള ഡിസൈഡ് ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ മസിൽ സ്ട്രെങ്ത്തും ബോൺ ഡെൻസിറ്റിയുമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് ഷെഡ്യൂൾ ചെയ്ത് പേഷ്യൻറ്റിനെ എങ്ങനെയാണ് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ എക്സസൈസുകളുണ്ട്, ജോയിൻറ്റിലേക്ക് ലോഡ് വരാതിരിക്കാനുള്ള എക്സസൈസുകളും കാര്യങ്ങളും. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നടക്കണം. നമ്മൾ ഇഞ്ചക്ഷൻസ് ചെയ്യുന്ന പേഷ്യൻസിനോട് പറയുന്നതാണ്, അവർ ചോദിക്കും റെസ്റ്റ് എടുക്കണമെന്ന് ചോദിക്കും. ഞാൻ പറയും റെസ്റ്റ് എടുക്കേണ്ട, സൈഡ് എഫക്റ്റ് ഒന്നും കാര്യമായിട്ടില്ലാത്ത ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. കാരണം ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ അടുത്ത് എടുത്തിട്ട് ഒരാൾക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഒരു ബുദ്ധിമുട്ട്, ബാക്കി ദൈവം മേലും തരുന്നതാണ്, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഒരു സൈഡ് എഫക്റ്റ് കാരണം ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. രണ്ടാമത്തത്, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻ്റിന് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. പിന്നെ റെസ്റ്റ് വേണ്ട. ആ രീതിയിലാണ് ഞാൻ എപ്പോഴും പറയാം, നടക്കണം, നടക്കാതിരിക്കരുത്. പ്രോപ്പറായിട്ട് നടന്നും കൊണ്ട് തന്നെ നമുക്ക് വേദന മാറ്റാൻ പറ്റും. അനങ്ങാതിരുന്ന വേദന പോവും, പിന്നെ അതുകൊണ്ട് അർത്ഥമില്ലല്ലോ, നടന്നോട്ടെ. കുറച്ചുകൂടെ പ്രായമായ ഒരു ഏജ് കാറ്റഗറി, 50+ അല്ലെങ്കിൽ 50യുടെ 60യുടെ ഇടയിൽ നിൽക്കുന്ന ഒരു 60+ലേക്കൊക്കെ ഈ മുട്ടുവേദന എന്ന് പറയുന്നത് കുറച്ചും കൂടെ സിവിയർ ആണ്. അതായത് അവരുടെ ഒരു ഡെയിലി റുട്ടീനെ ബാധിക്കുന്നത് പോലെ സിവിയർ ആണ്. അങ്ങനെ സിവിയർ മുട്ടുവേദനയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇതങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ സർജറി മാത്രമേ ഓപ്ഷനുള്ളൂ, അതല്ലെങ്കിൽ ഇതങ്ങനെ മാറില്ല, ഇറ്റ്സ് നോട്ട് ക്യൂറബിൾ എന്നാണ്. ആക്ച്വലി ആ മുട്ടുവേദന ഉണ്ടല്ലോ, ഭയങ്കര ഡെയിലി റുട്ടീനെ ബാധിക്കുന്ന മുട്ടുവേദന, ഇസ് ഇറ്റ് ക്യൂറബിൾ? ഡെഫിനറ്റ് ആയിട്ടും ക്യൂറബിൾ ആണ്. ക്യൂർ എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നേ ഉള്ളൂ. അതായത് ക്യൂറബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോഴും പറയുന്നതാണ്, അതായത് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സബിൾ അല്ല, പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. കൈ മുറിഞ്ഞു, ക്യൂറബിൾ ആണോ? അതെ, അപ്പോൾ ക്യൂറബിൾ അല്ലല്ലോ. നമ്മളൊരു പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് കൈ മുറിഞ്ഞതുകൊണ്ട് അവിടെ വന്നു. അപ്പോൾ ക്യൂറബിലിറ്റിയുടെ അല്ലെങ്കിൽ ആ ക്യൂർ എന്നുള്ള വാക്കിന്റെ ഡെഫിനേഷനിലാണ് പലപ്പോഴും മുട്ടുവേദന മാറും. പക്ഷേ മുട്ടുവേദന എന്തുകൊണ്ട് വന്നു, ആ കാരണം മാറ്റേണ്ടത് പേഷ്യൻ്റാണ്. പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈലാണോ, നിന്നിട്ടുള്ള ജോലികളാണോ, അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ആണോ, അത് ഡെഫിനറ്റ് ആയിട്ടും പേഷ്യൻ്റ് അഡ്രസ് ചെയ്യേണ്ട കാര്യം. നമ്മൾ നോർമലി ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മളൊരു 1 or 2 വിസിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പേഷ്യൻ്റെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് മാറ്റാൻ പേഷ്യൻ്റ് സെറ്റാണോ, ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും പെയിൻ ഫ്രീ ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ പെയിൻ കില്ലേഴ്സ് കഴിക്കാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് ഇപ്പോൾ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓർത്തോബയോളജിക്സിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ ഫ്രീ ആവും. പക്ഷേ ചില കേസിൽ പേഷ്യൻസ് വന്നിട്ട് പറയും വളവ് മാറണം എന്ന് പറയും. വളവ് മാറണമെങ്കിൽ നമുക്ക് സർജറി മാത്രമേ ഓപ്ഷനുള്ളൂ. കാരണം കാലിൻ്റെ വളവ്, മുട്ടിന് വന്നിട്ടുള്ള വളവ് പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ്. അത് നമുക്ക് മരുന്ന് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ബെൽറ്റ് കിട്ടിയതുകൊണ്ടോ ഒന്നും വളവ് നിവരൊന്നുമില്ല. പക്ഷേ ഇനി കൂടാതെ നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും വേദന മാറ്റാനല്ല, തേയ്മാനം കൊണ്ടാണ് എങ്കിൽ തേയ്മാനം ഇനി കൂടാതിരിക്കാനാണ്. തേയ്മാനം ഇനി കൂടാതെ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കോംപ്ലിമെൻ്ററി സാധനമാണ് പെയിൻ കുറയാന്നുള്ളത്. പെയിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ വേറെ ഡയറക്ഷനിലേക്ക്, ആ സമയം അതിൻ്റെ റൂട്ട് കോസിനെ നമ്മൾ ഒഴിവാക്കുക. തേയ്മാനമാണ് അല്ലെങ്കിൽ നമുക്ക് ആ വന്നിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വേണ്ട ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ പേഷ്യൻ്റ് പെയിൻ ഫ്രീ ആവും. ഈ മുട്ടുവേദന വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. അത് നമ്മളൊരു 30s തന്നെ സ്റ്റാർട്ട് ചെയ്യണം മുട്ടുവേദന വരാതിരിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ. ഞാൻ എപ്പോഴും പറയുന്നതാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. 2 എക്സസൈസ്, പ്രോപ്പർ ന്യൂട്രീഷൻ, ഹൈഡ്രേഷൻ, നമ്മൾ ഇരിക്കുന്നത് നടക്കുന്നത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈഫ് സ്റ്റൈലിൽ പെടുത്തുന്നത് തന്നെയാണ്. പക്ഷേ ഇരിക്കുന്നത് നടക്കുന്നത്, നമ്മുടെ വർക്ക്, ഉറങ്ങുന്നത്, വണ്ടി കയറുന്നത് തൊട്ട് എല്ലാത്തിലും, ഈവൻ കാറിൽ കയറുന്ന തന്നെ പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാറിൽ ഇങ്ങനെ ചെരിഞ്ഞ് കയറണം. കാറിലിരിക്കുമ്പോൾ നമ്മൾ സീറ്റിംഗ് ഇങ്ങനെ ആയിരിക്കണം, വണ്ടി ഓടിക്കാനിരിക്കുമ്പോൾ ഇത്ര ഡിസ്റ്റൻസിലായിരിക്കണം. ഇതൊക്കെ പക്കയായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ല റിസൾട്ട് വരും. പിന്നെ പലപ്പോഴും ഈ മുട്ടുവേദന ഉള്ള ആൾക്കാർ അറിയാതെ ചെയ്തു പോകുന്ന സാധനമാണ് എക്സസൈസ്. അത് ഞാൻ ചെയ്യരുതെന്ന് പറയും. അത് വേറെ ഒന്നും ഉണ്ടല്ല, ചെയ്യാൻ പാടില്ലാഞ്ഞിട്ടല്ല, ചെയ്യേണ്ട സമയമാകുമ്പോഴേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം മുട്ടുവേദനയ്ക്കുള്ള റീസൺ മുട്ടിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് കുറയുക അല്ലെങ്കിൽ ജോയിൻ്റ് അടുക്കുക, തേയ്മാനത്തിൻ്റെ കോസുകളാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് കൂടുള്ളൂ. നമ്മൾ മൊബിലിറ്റി ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ അവിടുത്തെ സർക്കുലേഷനൊക്കെ കൂടുമ്പോൾ ചെറിയൊരു ആശ്വാസം അപ്പോൾ ഫീൽ ചെയ്യുമെങ്കിലും അൾട്ടിമേറ്റ്ലി പേഷ്യൻറ്റിൻ്റെ അസുഖം കൂടുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ അത് ചെയ്യരുത്. ഓക്കെ. സ്ത്രീയോ പുരുഷനോ ഓവർ വെയ്റ്റ്, അതായത് ലൈഫ് ടൈമിൽ ഒരു 50% ഓവർ വെയ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ ജോയിൻറ്റ് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വരാം, തീർച്ചയായും വരും. അത് അതായത് 20-25 വയസ്സ് വരെ ഉണ്ടായിരുന്ന വെയിറ്റിൻ്റെ 10 കിലോ കൂടി ഡെഫിനറ്റായിട്ട് നമ്മുടെ മുട്ട് അത് താങ്ങില്ല, നമ്മുടെ ഒരു ജോയിൻറ്റും താങ്ങില്ല. എന്നാൽ ചെറുപ്പം തൊട്ടേ നല്ല തടിയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ
അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അയാൾ 50 വയസ്സായാലും 60 വയസ്സായാലും, കാരണം അയാളുടെ ബോഡിയും മസിൽസും ജോയിൻസും ഒക്കെ അതിന് താങ്ങാൻ പാകത്തിലാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരിക, അത് തീർച്ചയായും നമ്മളൊരു തിയററ്റിക്കലി പറയുമ്പോൾ ഒരാൾ നടക്കുകയാണെങ്കിൽ അയാളുടെ ബോഡി വെയ്റ്റിൻ്റെ 4 times ആണ് ഒരു മുട്ടിലേക്ക് വരുന്നത്. ഈ ആൾ സ്റ്റെപ്പ് കയറുക അല്ലെങ്കിൽ ഒന്ന് ഓടിക്കയറുക ചെയ്യുമ്പോൾ 6 to 8 times ആയത്. ഈ ആള് 1 കിലോ കൂടിയാലോ 4 kg കൂടി 10 കിലോ കൂടിയാലോ ഒരു മുട്ടിലേക്ക്. ഈ എഫക്റ്റ് ഡബിളും ട്രിപ്പിളും ആയിട്ടാണ് സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ വരുന്നത്. അപ്പോൾ വെയിറ്റ് കൂടാതെ നോക്കുക. നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കൂടാതെ നോക്കുക. എന്ന് വെച്ച് വെയിറ്റ് മാത്രമല്ല ഒരു കൺസേൺ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പേഷ്യൻസിൻ്റെ അടുത്ത്, അതായത് വെയിറ്റ് കുറയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, കുറയ്ക്കാൻ ഞാൻ പറയില്ല എന്ന് പറയും. അതിൻ്റെ റീസൺ ഇതാണ്. വെയിറ്റ് കുറയ്ക്കല്ല വേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് വേണ്ട സ്ട്രെങ്ത്ത് നമ്മുടെ മസിൽസിന് കൊടുക്കുക. ഡെഫിനറ്റ് ആയിട്ടും വെയിറ്റ് ഒരു മേജർ കൺസേൺ തന്നെയാണ്. പക്ഷേ അതിന് ഓവർ ഫോക്കസ്ഡ് ആവണ്ട. നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ റെഡി. ഈ മുട്ടുവേദനയുള്ള, അതായത് അത്യാവശ്യം തേയ്മാനമൊക്കെ ഉള്ള നല്ല സിവിയർ മുട്ടുവേദനയുള്ള ആളുകളോട് ചിലപ്പോൾ നമ്മൾ കാല് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കണം എന്നൊക്കെ പറയുമല്ലോ. കിടക്കുമ്പോഴാണെങ്കിലും കുറച്ച് കാല് പൊന്തി വെക്കണം. അതിൽ ലോജിക് ഉണ്ടോ? അത് ശരിക്കും ചെയ്യേണ്ടതാണോ? അങ്ങനെ നിർബന്ധമില്ല. അത് കാല് പൊക്കി വെക്കാൻ പറയണത് നമ്മൾ പലപ്പോഴും കാലുമ്പോൾ നീര് വെക്കും. പല ആൾക്കാർക്കും ഈ മുട്ടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജനറേറ്റീവ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് ആ ജോയിൻറ്റിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. മസിൽസ് വീക്കായിരിക്കും, രക്തക്കുഴലുകളും വീക്കായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ കാലിൻ്റെ അടിയിലേക്ക് ബ്ലഡ് വന്ന് പൂൾ ചെയ്യും. ആ ബ്ലഡിന് തിരിച്ചിങ്ങോട്ട് കയറ്റില്ല. പ്രത്യേകിച്ച് പ്രഷർ, BP പ്രശ്നങ്ങളോ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർക്ക് അവർക്ക് ബ്ലഡ് തിരിച്ചിങ്ങോട്ട് കയറില്ല. അപ്പോൾ പൊട്ട ബ്ലഡ് അടിയിൽ അടിഞ്ഞുകൂടും. വേരിക്കോസ് വെയിൻ പോലത്തെ അസുഖങ്ങൾ, അല്ലെങ്കിൽ കാൽമ എപ്പോഴും ഇങ്ങനെ വീർത്തിരിക്കുന്ന കണ്ടീഷൻ. അത്തരം ആൾക്കാരോടാണ് നമ്മൾ കാല് കയറ്റി വയ്ക്കാൻ പറയുക. പിന്നെ കാല് കയറ്റി വയ്ക്കുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ ജോയിൻറ്റ് സ്റ്റിഫ് ആവാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിർബന്ധമല്ല. നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നീരൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ കയറ്റി വയ്ക്കണമെന്നില്ല. ഇൻ കേസ് വെക്കുകയാണെങ്കിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അറ്റത്ത് മാത്രം തലണ വയ്ക്കും. അത് ചെയ്യരുത്. കാലിൻ്റെ മുട്ട് തൊട്ട് അറ്റം വരെ നീളനെ വെച്ച് കൊടുക്കുക. അപ്പോൾ വട്ടത്തിൽ വെക്കുക. അതെ അതെ അതെ, മുട്ടിന് സപ്പോർട്ട് കിട്ടണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിരട്ട എന്ന് പറയില്ല, ചിരട്ടയുടെ അടിഭാഗം വന്ന് ഈ എല്ലുമ്മ റബ്ബ് ചെയ്ത് അവിടെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നീട്ടി വയ്ക്കുമ്പോൾ പില്ലോ അടിയിൽ വയ്ക്കുക, മുട്ട് തൊട്ട്.